Hello friends, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ആക്ടിവിറ്റി റേഷ്യോസിലെ നാലാമത്തെ റേഷ്യോ ആയിട്ടാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്നുള്ളത് നോക്കാം. ദി റിലേഷൻ ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. This ratio shows how many times the working capital turnover that is rotated to generate sales. Working capital ഒരു പർട്ടിക്കുലർ പീരീഡിൽ എത്ര വർഷം റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, സെയിൽസ് ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ റൊട്ടേഷൻ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ്. It is computed as follows. Working capital turnover ratio equal to net sales divided by working capital. Sometimes cost of sales is taken instead of sales. ഇവിടെ സെയിൽസ് നമുക്ക് സെയിൽസിന് പകരമായിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് എടുക്കുന്ന ഒരു കൺവെൻഷനും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ദിസ് റേഷ്യോ ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ നമ്പർ ഓഫ് ടൈംസ്. ഈ റേഷ്യോ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് മറ്റു റേഷ്യോ പോലെ തന്നെ ടൈംസിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഏത് രീതിയിലാണ് കാൽക്കുലേഷൻ നടത്തുന്നത്? ഇവിടെ നെറ്റ് സെയിൽസിനെ വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ നമ്മൾ കിട്ടുന്ന ആൻസറിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും പ്രാവശ്യം വർക്കിംഗ് ക്യാപിറ്റൽ സെയിൽസ് ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വരുന്ന കമ്പോണൻസ് ആണ് നെറ്റ് സെയിൽസ്, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് സെയിൽസ് നമുക്ക് ലഭിക്കാൻ നമുക്കറിയാം ടോട്ടൽ സെയിൽ മൈനസ് സെയിൽസ് റിട്ടേൺസിനെ എലിമിനേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് നെറ്റ് സെയിൽസ്. ദെൻ ടോട്ടൽ സെയിൽസ് മീൻസ് നമുക്കറിയാം ബിസിനസ്സിൽ വരുന്ന ക്രെഡിറ്റും അതുപോലെ തന്നെ ക്യാഷ് സെയിൽസും രണ്ടും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ സെയിൽസ് കിട്ടുക. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫറെൻറ്റ് കൺസെപ്റ്റുകളുണ്ട്. ഇവിടെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേഷന് വേണ്ടി കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലാബിലിറ്റീസിനെ ഡിഡക്റ്റ് ചെയ്താൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ഇപ്പോൾ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ് ഈക്വൽ ടു വർക്കിംഗ് ക്യാപിറ്റൽ. Generally 7 or 8 times is treated as ideal or standard working capital ratio. 7 അല്ലെങ്കിൽ 8 ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വർക്കിംഗ് ക്യാപിറ്റൽ ഐഡിയൽ ആണ്, സ്റ്റാൻഡേർഡ് ആണ് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നതാണ്. ദെൻ ഇൻ്റർപ്രിട്ടേഷൻ ജനറലി ഹയർ ദി റേഷ്യോ ദ ബെറ്റർ ഈസ് ദി യൂട്ടിലൈസേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. സാധാരണയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 7 or 8 times or 10 times ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് വർക്കിംഗ് ക്യാപിറ്റലിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ബട്ട് എ വെരി ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഓവർ ട്രേഡിങ്. എന്താണ് ഓവർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ? ചെറിയ ക്യാപിറ്റൽ കൊണ്ട് കൂടുതൽ ബിസിനസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ റേഷ്യോ ആണെങ്കിൽ നമുക്ക് അത്രത്തോളം അഡ്വൈസബിൾ അല്ല എന്നുള്ളതാണ്, റിസ്കി ആണ് എന്നുള്ളതാണ്. അപ്പോൾ വെരി ഹൈ റേഷ്യോ നമ്മൾ അഡ്വൈസ് ചെയ്യപ്പെടുന്നില്ല. തന്നെ ലോ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് അണ്ടർ ട്രേഡിങ്, അതായത് കൃത്യമായിട്ട് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിനെ ഉപയോഗപ്പെടുത്താത്തതാണ് നമ്മൾ ലോ റേഷ്യോ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നോർമലി 7 to 8 or 10 ലെവലിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഐഡിയൽ ഓർ സ്റ്റാൻഡേർഡിലേക്ക് എത്താം. അതുപോലെ തന്നെ വളരെ കൂടുന്നത് അഡ്വൈസബിൾ അല്ല, അതുപോലെ തന്നെ റേഷ്യോ കുറയുന്നതും എന്തല്ല, അഡ്വൈസബിൾ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോവാം. കാൽക്കുലേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ. ഇവിടെ സെയിൽസ് 5,75,000, സെയിൽസ് റിട്ടേൺസ് 15,000, കറണ്ട് അസറ്റ് 2 lakh, കറണ്ട് ലാബിലിറ്റീസ് 1,20,000. അപ്പോൾ ഈ ഇൻഫർമേഷനൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് തന്നത്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തണം? നമ്മൾ നെറ്റ് സെയിൽസ് കണ്ടെത്തണം. നമുക്കറിയാം നെറ്റ് സെയിൽസ് കണ്ടെത്താൻ വേണ്ടി സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ ഡിഡക്റ്റ് ചെയ്യണം. 5,75,000 നിന്നും 15,000 ഡിഡക്റ്റ് ചെയ്താൽ നമുക്ക് 5,60,000 നെറ്റ് സെയിൽസ് ആയിട്ട് നമുക്ക് കിട്ടും. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ്. കറണ്ട് അസറ്റ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് 2 lakh തന്നിട്ടുണ്ട്, അതിൽ നിന്നും കറണ്ട് ലാബിലിറ്റീസും തന്നിട്ടുണ്ട് 1,20,000 ഡിഡക്റ്റ് ചെയ്താൽ 80,000.
Then working capital turnover ratio 5,60,000 divided by 80,000, 7 times. നമുക്ക് ആൻസർ ആയിട്ട് 7 ടൈംസ്. വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാത്തൊരു പ്രോബ്ലം ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് എന്ത് പറയാം? ദ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റൊട്ടേറ്റഡ് 7 ടൈംസ് ഓൺ ആൻ ആവറേജ് ടു ജനറേറ്റ് സെയിൽസ്. അപ്പോൾ എന്താണ് 7 ടൈംസ് 7 പ്രാവശ്യം എന്ത് ആയിട്ടുണ്ട്? വർക്കിംഗ് ക്യാപിറ്റൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, സെയിൽസ് ആയിട്ട് മാറുന്നുണ്ട്, വീണ്ടും റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യപ്പെടുന്നുണ്ട്, അത് വീണ്ടും സെയിൽസ് ആയിട്ട് മാറുന്നുണ്ട്. ഇതൊരു ആവറേജ് നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ ഒരു വർഷത്തെ ഡീറ്റെയിൽസ് ആണ് എടുക്കുന്നതെങ്കിൽ വർഷത്തിൽ 7 പ്രാവശ്യം ഈ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് വളരെ മോശമല്ലാത്ത ഒരു ആൻസറാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഇൻ്റർപ്രിട്ടേഷൻ എന്ത് പറയുക, ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് ആക്ടിവിറ്റി റേഷ്യോസിൽ വരുന്ന ഒരു റേഷ്യോ ആണ്. നമ്മൾ ആക്ടിവിറ്റി റേഷ്യോസിൽ നമ്മൾ പഠിച്ച റേഷ്യോസ് ഏതൊക്കെ ആയിരുന്നു? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. 4ാമത്തെ റേഷ്യോ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ കൃത്യമായിട്ട് ബിസിനസ്സിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ റേഷ്യോ നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ അതിൻ്റെ കമ്പോണൻസ് ആണ് നെറ്റ് സെയിൽസും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലും. നെറ്റ് സെയിൽസിൽ നിന്ന് റിട്ടേൺസ് ഡിഡക്റ്റ് ചെയ്താലാണ് നെറ്റ് സെയിൽസ് നമുക്ക് കിട്ടുക. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലാബിലിറ്റീസ് ഡിഡക്റ്റ് ചെയ്താൽ കിട്ടും. സ്റ്റാൻഡേർഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ 7 or 8 ടൈംസ്. ദെൻ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ സെയിൽസ് റിട്ടേൺസും തന്നിട്ടുണ്ട്, കറണ്ട് അസറ്റ്സ് തന്നിട്ടുണ്ട്, കറണ്ട് ലാബിലിറ്റീസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടെത്തിയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാ റേഷ്യോസും ഉപയോഗപ്പെടുത്തിയിട്ട് ബാലൻസ് ഷീറ്റ് കൺസ്ട്രക്ഷനൊക്കെ നമുക്ക് നടത്തേണ്ടി വരും. ആ സമയത്ത് ഇതൊക്കെ നമുക്ക് മറന്നു പോവാതെ അപ്ഡേറ്റ് ആയിട്ട് മനസ്സിലാക്കണം. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ക്ലാരിഫിക്കേഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.